നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, ഗിരിയുടെ മഞ്ജുവിന്റെ ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു അല്ലേ? നിനക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ അല്ലേ? സഞ്ജു മതി. സാരമില്ല ചാച്ചു, ഞാൻ തോൽക്കുന്നത് കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവനാ ഇവൻ. ഇവൻ നന്നായിട്ട് ആഘോഷിക്കട്ടെ. ഒരാള് തകർന്നിരിക്കുമ്പോ അല്ല അവരോട് ജയിച്ചെന്ന് വീമ്പ് കാണിക്കുന്നത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തല്ലുകൊണ്ട അവസ്ഥയില് ഈ വീട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വന്നത് ചാച്ചുവിന് ഓർമ്മയില്ലേ? അന്ന് ഇവിടെ എങ്ങനെയാ പെരുമാറുന്ന ഓർമ്മയുണ്ടോ? ഗിരിക്ക് വേണ്ടി തന്നെയാണ് അന്ന് അവൾ എന്നെ തള്ളിപ്പറഞ്ഞത്. ഇന്ന് അതേ ഗിരി കാരണം തന്നെയല്ലേ അവൾ ഈ വിഷമമൊക്കെ അനുഭവിക്കുന്നത്. ഇത് കണ്ടിട്ട് ഞാൻ എങ്ങനെയാ സന്തോഷിക്കാതിരിക്കുന്നത്? സ്വന്തം ചോരയോട് കൂറില്ലാത്ത ഇവളെയൊക്കെ ഞാൻ എന്തിനാ വകവെക്കുന്നത്? നിനക്ക് നിന്റെ ചോരയോട് കൂറുണ്ടോ? നാട്ടുകാരുടെ മുന്നിൽ നിന്റെ അനിയത്തിയെ ഗിരി ഒരു കോമാളിയാക്കി. ഇതുപോലെ തന്നെ നിനക്ക് സ്വപ്നയോട് ചെയ്യാൻ ധൈര്യമുണ്ടോ? ഇല്ല, കാരണം നിനക്ക് അവളെ പേടിയാ. സ്വപ്നം നിന്റെ പുറകെ നടക്കുന്നതിന് ഗിരി നിനക്ക് താക്കീത് നൽകിയല്ലേ? ശാലിനി എത്ര വർഷമായിട്ട് ഗിരിയുടെ പുറകെ നടക്കുന്ന? ഇന്നേ വരെ അവനെ വിളിച്ച് താക്കീത് കൊടുക്കാനുള്ള ധൈര്യം നിനക്കുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവന്റെ മുന്നിൽ ചെന്ന് നിന്നാൽ തന്നെ നിന്റെ മുട്ടിടിക്കില്ലേ? ശാലിനിയുടെ എപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു തരത്തിൽ കാരണക്കാരൻ നീയും കൂടിയാ. ഒരു ചേട്ടനെന്ന നിലയ്ക്ക് നീ തോറ്റുപോയി. അതുപോലും മനസ്സിലാകാതെ നീ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോ എനിക്ക് പുച്ഛവാ തോന്നുന്നേ. എന്തു വില കൊടുത്തും ഗിരിയോട് പകരം വീട്ടണം. അവൻ എന്നെയും കുടുംബത്തെയും നാട്ടുകാരുടെ മുന്നിൽ കുറെ നാളായി അപമാനിക്കുന്നു. അവനെന്റെ അനിയത്തെയും കരയിച്ചു. അവന്റെ അനിയത്തെ ഞാൻ ഹലോ മോളെ, നീ വീട്ടിലാണോ? അല്ലാതെ ഞാൻ എവിടെ പോവാനാ സഞ്ജുവേട്ടാ? നിനക്ക് അവിടെ ഇരുന്ന് ആകെ ബോറടിക്കുന്ന പോലെ ഉണ്ടല്ലേ? എന്നാ നീ ഇങ്ങോട്ട് പോരെ. ഗിരിയേട്ടൻ അറിഞ്ഞ ആകെ പ്രശ്നമാവും. അവന്റെ കണ്ണു വെട്ടിച്ച് ഇങ്ങോട്ട് വരാനുള്ള സിമ്പറൊക്കെ എന്റെ സ്വപ്നക്കുട്ടിക്ക് അറിയില്ലേ? ഞാനിവിടെ ആകെ ബോറടിച്ചിരിക്കുക. എന്ത് ചെയ്യാനുള്ള പരിപാടിയാ? അതൊക്കെ നീ ഇങ്ങോട്ട് വന്നിട്ട് സെറ്റ് ചെയ്യാം. ശരി, ഞാൻ ഇറങ്ങാം. നീ എത്ര മണിക്കെത്തും? ഞാനൊരു 2 മണിക്കൂറിലെത്തും. ഓക്കെ, അപ്പൊ കാണാം. നീ ആരെയാ വിളിച്ചേ? ഡോക്ടർ റോഷൻ, എൻ്റെ ഒരു കൂട്ടുകാരനാ. ഈ സിറ്റിയിലെ ഏറ്റവും നല്ല സൈക്കാട്രിസ്റ്റിൽ ഒരാൾ. ചാച്ചു ശാലിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇന്ന് തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. കുട്ടിക്കാലം മുതലേ ശാലിനിക്ക് വാശിയാണ് ഏറ്റവും വലുത്. മഞ്ജുവുമായി ഗിരി അവൻ്റെ വിവാഹ ജീവിതം നല്ല രീതിയിൽ തുടങ്ങിയ സ്ഥിതിക്ക് അവളും മഞ്ജുവിനോട് തോറ്റു എന്നത് ശാലിനി അലട്ടിക്കൊണ്ടിരിക്കും. അവളെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നാണ് ഇപ്പം എൻ്റെ പേടി. അതിന് അവക്കെന്തേലും പറ്റിയാ നിനക്കെന്താ? നിനക്ക് നിന്റെ സ്വന്തം കാര്യമല്ലേ വലുത്. അത് ശരിയാണ്. ഞാൻ കാണിക്കുന്ന കരുതലിന് കൃത്യമായ കാരണമുണ്ട്. ഡാഡി എന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഇപ്പൊ ശാലിനി എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ അതിന്റെ ഉത്തരവാദി ഞാനാണെന്നേ ഡാഡി പറയൂ. ഡാഡിക്ക് മുമ്പിൽ
ഇനിയും തെറ്റുകാരനായിട്ട് തല താഴ്ത്തി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. അതിനുവേണ്ടി എനിക്ക് ശാലിനിയുടെ മാനസിക നില തകരാതെ നോക്കണമെങ്കിൽ മനസ്സിൽ കല്ല് വെച്ചിട്ടാണെങ്കിലും ഞാനത് ചെയ്യും. സ്വാർത്ഥത കാരണമാണെങ്കിലും നീ അവൾക്ക് വേണ്ടി നല്ലൊരു കാര്യം ചെയ്തല്ലോ. ഞാനിത് ചെയ്തിട്ട് മാത്രം ഒരു കാര്യമില്ല. ശാലിനിയെ അയാളുടെ അടുത്തെത്തിക്കണം. ഞാൻ വിളിച്ചാലൊന്നും അവൾ ഒരിക്കലും വരില്ല. ആ കാര്യം നീ എനിക്ക് വിട്ടേക്ക്. എന്തെങ്കിലും നുണ പറഞ്ഞ് ഞാൻ അവളെ ഡോക്ടറെ അടുത്ത് എത്തിച്ചോളാം. അത് മതി. റോഷൻ നല്ല കഴിവുള്ള ഒരു ഡോക്ടറാ. അവന് ഉറപ്പായിട്ട് ശാലിനിയെ സഹായിക്കാൻ പറ്റും. അവനിന്ന് ഫ്രീ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു. 2 മണിക്കൂറുള്ളിൽ എത്താമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്നാ വേഗം ചെല്ല്. പിന്നെ ഓർമ്മയുണ്ടല്ലോ, ഒരു കാരണവശാലും ചാച്ചു ശാലിനിയെ കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് അവൾ അറിയരുത്. ശരി. സ്വപ്നെ, നീ എങ്ങോട്ടാ പോകുന്നേ? അതെന്തിനാ നിന്നെ അറിയിക്കുന്നത്? ഗിരിയേട്ടൻ പലവട്ടം നിന്നോട് സഞ്ജയനെ കാണാൻ പോരുതെന്ന് പറഞ്ഞതല്ലേ? എന്നിട്ട് നീ എന്തിനാ ഗിരിയേട്ടൻ പറയുന്ന കേൾക്കാതെ അവന്റെ പുറകെ നടക്കുന്നത്? ഞാൻ പ്രായപൂർത്തിയായൊരു പെൺകുട്ടിയാ. എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെയോ ചേട്ടന്റെയോ ഉപദേശത്തിന്റെ ആവശ്യമില്ല. ഗിരിയേട്ടൻ നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി അല്ല നിന്നെ വിലക്കുന്നത്. സഞ്ജയനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാ നീ അവനുമായിട്ട് അടുക്കുന്നത് കാണുമ്പോ ഗിരിയേട്ടൻ പേടിക്കുന്നത്. സ്വപ്നെ, അത് നിന്നോടുള്ള കരുതൽ കൊണ്ടാണെന്ന് നീ എന്താ മനസ്സിലാക്കാത്തെ? കരുതൽ? ചേട്ടൻ എന്നെ വിലക്കുന്നത് എന്നോടുള്ള അസൂയ കൊണ്ട് മാത്രമാ. ഗിരിയേട്ടൻ എന്തിനാ നിന്നോട് അസൂയ തോന്നേണ്ടത്? ഗിരിയേട്ടൻ ഇത്രയും കാലം ഗോപാൽജിയുടെ അടുത്ത് പോത്ത് പോലെ പണിയെടുത്തിട്ട് കിട്ടിയത് എന്താ? വേറെ നക്കാപ്പിച്ച. ഞാൻ സഞ്ജയനെ കല്യാണം കഴിച്ച് ആ വീട്ടിലെ മരുമകളായ പിന്നെ ഞാൻ മുതലാളിയും ചേട്ടൻ തൊഴിലാളിയും ആവില്ലേ? ഒട്ടും കഷ്ടപ്പെടാത്ത ഞാൻ ഗിരിയേട്ടനേക്കാൾ നല്ല നിലയിലെത്തുമ്പോ ചേട്ടൻ അസൂയ തോന്നാതിരിക്കോ? അത് മാത്രമല്ല, ഇത്രയും കാലം എന്നെ ഒന്നിനും കൊള്ളാത്തവളെന്ന് വിളിച്ച് അപമാനിച്ചതിനൊക്കെ ഞാൻ ഗിരിയേട്ടനോട് കണക്ക് ചോദിക്കുന്ന പേടി ചേട്ടനുണ്ടാവും. നീ അങ്ങനെയാണോ നിന്റെ ചേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്നത്? നിനക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സ് ഗിരിയേട്ടനുണ്ട്. എന്തും ചെയ്യണ്ട, സഞ്ജുവേട്ടനായിട്ടുള്ള കല്യാണം നടത്തി തന്നാ മതി. അറിഞ്ഞുകൊണ്ട് നിന്നെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ കൊണ്ടിടാൻ ഗിരിയേട്ടന് പറ്റില്ല. അവൻ അത്രയും വലിയൊരു വിഷമാണ്. ഇത്ര വിഷമുള്ള ഒരാളാണോ നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്? എന്റെ ഇഷ്ടത്തോടെ അല്ല ആ കല്യാണം തീരുമാനിച്ചത്. എനിക്ക് ആ കല്യാണത്തിന് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.